ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ. ഫസ്റ്റ് ഓപ്പോണൻറ്റ്. നമുക്കൊരു 3 ഗെയിം പ്ലേ ഇടാനുള്ള ഒരു മട്ടിലാണ്, പക്ഷെ നല്ല ഗെയിം പ്ലേ കിട്ടിയാൽ മതി. ഓക്കെ, 4000 റാങ്ക്ഡ് ഓപ്പോ, ഹൈ റാങ്ക്ഡ് ആണല്ലോ. നമ്മൾ 4-2-2 സെയിം ഫോർമേഷൻ, മാറ്റമൊന്നുമില്ല. 4-2-1-3 ആണ്, പക്ഷെ സ്കോഡിൽ പ്ലേയേഴ്സൊക്കെ നോക്കി ചത്ത്. എന്തോന്നടേ ഇത്, എല്ലാം അടിപൊളിയാണ് ഗൈസ്. അതായത് എപ്പിക് എന്ന് പറഞ്ഞാൽ വെറും പൊട്ടന്മാരല്ല ഉള്ളത്, എല്ലാം കിടിലാണ്. ഓക്കെ, റൈറ്റ് കാർഡ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിയർ വി ഗോ. ഗ്രീസ്മാൻ, റോഡ്രി, ഗ്രീസ്മാൻ, സ്നൈഡർ, റോഡ്രി, നൈസ് ഡബിൾ ടച്ച്, എച്ച് സലാ. എടാ അതെന്ത് ഗോളാടാ, എന്ത് പവറിലെ പോയുണ്ടായിരുന്നു. അവന് കിക്കിങ് പവറും ഫിനിഷിങ്ങും ഉണ്ട്, അതിൻ്റെ ആ ഒരു പവർ നമുക്ക് കാണിച്ചു തന്നു. ഞാൻ CF ആണ് ഇട്ടിട്ടില്ല ഗൈസ്, ഈസി ആയിട്ട് ഗോൾട്ടെ. സലാ CF, ഈസി ഗോൾ. റൈറ്റ് കാർഡ് എടുത്തവൻ്റെ ആങ്കർമാൻ തന്നെയാണെന്ന് തോന്നുന്നു, പുറകിലൊക്കെ ഒന്നുണ്ട്, എനിക്കറിയില്ല ഏതാ പ്ലേയിങ് സ്റ്റൈലെന്ന്. സോനിയമ്മേൻ. ഓക്കെ, നല്ല കേൾ. നമ്മളധികം സെറ്റാക്കണ്ട, അവൻ്റെ എപ്പം വേണമെങ്കിലും ഒരു ഗോൾ വരാം. കിട്ടില്ല സ്കോഡാണ് അപ്പുറത്തുള്ളത്. ഓക്കെ, സലാ, ഗ്രീസ്മാൻ, ബാക്ക് ടു ഗ്രീസി, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, ഡിലൈറ്റ്. എടാ മിക്കവാറും ഗോളായിരിക്കും. ഷെവ്ചെങ്കോ ഇല്ല, ഔട്ട് ഓഫ് ബാലൻസ് ആണ്. ഭാഗ്യം ഡൈസ്. ഡോണാറുമ, നൈസ്. ഗ്രീസ്മാൻ, സ്നൈഡർ, സലാ, പെഡ്രി, ബാക്ക് ടു പെഡ്രി, ബാക്ക് ടു റുമി. റുമി റണ്ണായി, കമോൺ റുമി, ഈസി ഫിനിഷസ്. 2-0 ഗൈസ്. നമ്മൾ അമ്മാതിരി സ്കോഡിൻ്റെ ഒപ്പം പിടിച്ചു തന്നു. ഓ, ആ നൈസ് റണ്ണായിരുന്നു റുമിയുടെ. ഫിനിഷും അടിപൊളിയായിരുന്നു. എപ്പോഴും ഇങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യണം ഗൈസ്, ഇത് ആവശ്യമില്ലാണ്ട് ഫിനിഷ് ചെയ്യുന്നൊക്കെ സേവും. അല്ലാണ്ട് ഉമ്മ നള്ളാക്കോടെ ഇനി അൺഫിനിഷ്ഡ് ആക്കോ. 4000 റാങ്ക്ഡ് ഒപ്പമാണ് ഗൈസ്. ഓക്കെ, യൂഹോണാണ് നമ്മുടെ കളിയാണ്ട് ചെക്കൻ കീന് പോയി ഗൈസ്. 23+. സെക്കൻഡ് മാച്ചിലേക്കോ. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാരാണ്? വെനം സാർ, കമേറ വോവോ. എടാ അത് അങ്ങനെയല്ല സ്പെല്ലിങ് കേട്ടോ, അതെല്ലാം നോക്കി ചെയ്യണം. അപ്പം ഇപ്രാവശ്യം 4-2-1-3 തന്നെയാണെന്ന് തോന്നുന്നു കണ്ടത്. 4-3-1-2 അല്ലല്ലോ, 4-2-3-1 അല്ലല്ലോ അല്ലേ. അപ്പം എങ്ങനെയായാലും ഡിവിഷൻ 1 തന്നെയാണ് സെക്കൻഡ് ഒപ്പോണൻറ്റും. ഇതും കൂടി വെച്ചാൽ 2 ഡിവിഷൻ 1 പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ട് ഇടാം. ഇതും കൂടി എങ്ങനെയെങ്കിലും നൈസായിട്ട് ജയിക്കണം, അതാണ് പ്രതീക്ഷ. നോക്കാം. ഡിയോങ്, പെഡ്രി, റുമി, നൈസ്. ഡിയോങ്, ടേൺ, പാസ്റ്റ് റുമി. എടാ കിട്ടിയില്ല. മാർച്ചിട്ടാണ് വേണ്ടറ, എന്തൊരു കഷ്ടമാണിത്. അയ്യോ, ഡബിൾ ടച്ച് വർക്കായില്ല ഗൈസ്. ഡിയോങ്, റുമി, പാസ്റ്റ് സല ഫിനിഷ്. പവർ ഉണ്ടായില്ല. ദാറ്റ്സ് ദ ഡബിൾ ടച്ച് പവർ ഗൈസ്. ഓക്കെ, നല്ല റണ്ണാണ്, പക്ഷേ നമ്മൾ മെസ്സി എടുത്തിട്ടുണ്ട് ഗൈസ്. AMF റൈറ്റ് ബാക്ക്, AMFൻ്റെ അടുത്തും AMF റൈറ്റ് ബാക്കിൻ്റെ അടുത്തും നല്ലുണ്ട്. ഓക്കെ, കമോൺ റുമി, ഈസി ആയിട്ട് ഫിനിഷ്. ഓക്കെ, അതെന്തായാലും അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആ പ്ലെയർ എടുക്കുന്നു, പക്ഷെ എടുത്തില്ല. നമ്മൾ ഈസി ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 1-0 അഗെയിൻ. നമ്മൾ വീണ്ടും ലീഡിങ് ആണ്. കളിക്കാൻ അറിയാത്തവരൊപ്പരായിരിക്കും പൊട്ടുക. ഇവരൊക്കെ ഡിവിഷൻ 1 വെറുതെ എത്തിയതായിരിക്കുമല്ലോ എന്തായാലും. റുമി, പെഡ്രി, ഡെബ്രോയിന, റുമി, മെസ്സി, ഡബിൾ ടച്ച്. അയ്യോ, അങ്ങോട്ടല്ലായിരുന്നു. ഡെബ്രോയിന, ഓ വാട ഷോട്ട്, നല്ല സേവായിരുന്നു. ആരാത്? എൻ്റെ ഗോൾ കീപ്പർ എവിടെയോ കണ്ടുവരിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല, കുറേ ആയി ഇട്ടിട്ട്. സലാ, ഓക്കെ, പെഡ്രി, നൈസ് പാസ് ടു മെസ്സി, റണ്ണി, നൈസ്. സല, ഈസി ഫിനിഷ്. സല CFൽ സീന് കളി കേട്ടാ. സല CFൽ സീന് കളി, എല്ലാവരെയും പോലെ ഉണ്ടല്ലോ വീട്. ഇപ്പം എന്തായാലും 2-0 ആയിട്ടുണ്ട്. സെക്കൻഡ് ഒപ്പോണൻ്റ് തന്നെയാണ്. ഡിവിഷൻ 1 ആണ് രണ്ടും. ഡിവിഷൻ 1 ഇനി അവർക്ക് ബോട്ടായിരിക്കും. എടാ അവനും സെയിം ഫോർമേഷൻ ആക്കിയിട്ടാ, 4-2-2. കമൻറ്റിൽ ഫുൾ അങ്ങനെയാണുള്ളത് ഗൈസ്. അതായത് ഞാൻ കളിക്കുന്ന ഓപ്പോണൻ്റൊക്കെ നൂബ്സാണ്, ഓപ്പോണൻ്റൊക്കെ മറ്റേ ബോട്ടാണ്,
എന്താ പറയുക സ്ക്രിപ്റ്റ് അടിച്ചിട്ടാണ് ജയിക്കുന്നത്. എന്തിനാണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ഹെയ്റ്റ് ആക്കുന്നത്. അറിയില്ല എന്താ അവസ്ഥ എന്ന്. കമൻറ്റിൽ എന്ത് വീഡിയോ ഇട്ടാലും അതിനൊക്കെ ഹെയ്റ്റ് ചെയ്യാൻ കുറേ എണ്ണം ഉണ്ടാവും. ഞാൻ ഷോർട്സ് ഇട്ട് 4-4 ഗെയിം പ്ലേ, അതായത് ഞാൻ പണ്ടെടുത്ത ഷോർട്സ് ആണത്. അതിന് ഇപ്പോൾ ഇട്ടിനേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഫുൾ എന്താ പറയുക അതിന് ഹെയ്റ്റ്. ഓക്കെ റുമ്മി ഫിനിഷ്, നൈസ് ഗോളടാ. അതിന് മൊത്തം ഹെയ്റ്റ് ഗൈസ്. എന്താ അറിയില്ല, നീ നൂബിൻ്റെ ഒപ്പം കളിക്കുന്നതായിട്ട് നിനക്ക് ഓപ്പോണൻറ്റ് തരുന്ന ഓപ്പോണൻറ്റ് വെച്ചിട്ടല്ലേ ഞങ്ങൾക്ക് കളിക്കാൻ കഴിയൂ. ഞാൻ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ ഓരോ ഓപ്പോണൻറ്റിനെ. അവർ തരുന്നു, ഞാൻ കളിക്കുന്നു, ആ ഗെയിം പ്ലേ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ എന്താ പറയേണ്ട കേസ് ഇതിനോടല്ലോ. അത് ഓൺലൈൻ മാച്ച് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ എണ്ണം ഉണ്ട്. അതായത് കോസ്റ്റാക്കുറിച്ചൊക്കെ ബിഗിന്നർ മോഡിൽ വരുമല്ലോ അല്ലേ, അതായത് ഓപ്പോണൻ്റ് ആയിട്ട് കോസ്റ്റാക്കുറിച്ച. ഓക്കെ നെയ്മർ, ഡെബ്രോയിന എടുക്കടാ, ബെല്ലിംഗം, എംബാപ്പേ. ഡബിൾ ടച്ച് ഇട്ടാൽ പൊളിയായിരിക്കും, പക്ഷേ ഇട്ടില്ല ഭാഗ്യം. പെഡ്രി ടു സല. ഓ ഷിറ്റ്, സല CFൽ എനിക്കെന്തോ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സീന് കളി. ഓക്കെ സല ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. വാട്ട് എ ഗോൾ മാൻ. ഈ സല അവിടെ കളിക്കുന്നിടത്തോളം എനിക്ക് നല്ല സുഖമാണ് കേട്ടോ. അത്ര ഈസി ചാൻസ് ഒക്കെ ഉണ്ടാക്കാൻ എന്നറിയോ. സല ഓട്ടോമാറ്റിക്കലി നല്ല പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ സല നല്ല കിടിലം പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതായത് ഡബിൾ ടച്ച് ഗോളും മറ്റേ ഫേക്ക് ഷോട്ട് ഗോളെല്ലാം ഇടാൻ പറ്റിയ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പോരാത്തതിന് ലെഫ്റ്റ് ഫൂട്ടർ ആ ഒരു ഭാഗത്തും കൂടി കളിപ്പിക്കാൻ ബെസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. സീന കളി എന്തായാലും. മെസ്സി 4-0 ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല എന്തായാലും. ഡിവിഷൻ 1 അപ്പുറം. കമോൺ റൊമി, പാസ് ടു ഡിയോങ്. നടന്നില്ല. റോഡ്രി, ഡിയോങ് ടു മെസ്സി. സല നോക്ക്, പക്ഷെ അവിടെ എത്തിയുണ്ടവൻ. അതാ പറഞ്ഞ നല്ല പൊസിഷൻ നോക്കി എന്താ പറയുക, ഒരു ഹോൾ പ്ലെയറൊക്കെ കളിക്കുന്നവരെ CFൽ കളിക്കുന്നത്. നൈസ് പാസ്. അത്രയേ ഉള്ളൂ. കമോൺ മെസ്സി, ടേൺ ആൻഡ് ഫിനിഷ്. ഗുഡ് ഓപ്പർച്യൂണിറ്റി, പക്ഷേ നമ്മളത് കറക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് നല്ല ബ്ലോക്കിംഗ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മെസ്സി, ഡിയോങ്, സല ടു പെഡ്രി, ബാക്ക് ടു സല റുമ്മി. നല്ല കോംബോ ആണ്, പക്ഷേ പെട്ടെന്ന് പാസ് പോയില്ല. അതും ഡബിൾ ടച്ച് ഇട്ടാൽ മതിയായിരുന്നു, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പക്ഷെ എല്ലാം സ്പാം പോലെയാവും. ബെല്ലിംഗം വെറും ബെല്ലിംഗം. ഡെബ്രോയിന, ഹാലൻഡ്, ബാക്ക് ടു ബെല്ലിംഗം. അല്ല മെസ്സി, എംബാപ്പെ. നൈസ് വൈറ്റ് എടുത്തു. മെസ്സി, ഡിയോങ്, റുമ്മി. നൈസ്. ഓക്കെ പെഡ്രി റൺ. നൈസ്. ഓ എന്താ ഇത്, കൊല്ലാൻ വരുന്നത്. ബെക്കംബോറും വേറെ ആരാ വന്ന്, സലിബയാന്ന് തോന്നുന്നു. ആൻഡിസാക്ക. നൈസ്. ഡിയോങ്, സല പോയി. അപ്പോൾ എന്തായാലും നമ്മളെ കളി ഇപ്പോൾ കഴിയും ഗൈസ്. 4-0 ലീഡിങ് ആണ്. അപ്പോൾ ഓപ്പോണൻ്റ് ഇവിടെ 91 ആടേ, വിളിക്കടേ. നൈസ്. അപ്പം നമ്മളെ കളി കഴിച്ചിട്ടുണ്ട്. 4-0 വിൻ ഗൈസ്. അപ്പം സെക്കൻഡ് മാച്ച് നമ്മൾ ജയിച്ചു. 2 ഡിവിഷൻ 1 ആണ്. അപ്പോൾ ഡിവിഷൻ 1 പൊട്ടിക്കുന്ന വീഡിയോ നോക്കിയിടാം എന്തായാലും. പിന്നെ പോരാത്തതിന് നമ്മളെ ടൈറ്റിലും കൂടിയായി CF സല. ബ്ലിറ്റ്സ് കേളർ സല അറ്റ് CF. സീന കളിയായിരുന്നു. ലേക്കൻ ബ്ലിറ്റ്സൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, പക്ഷേ അടിപൊളി കളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. സല 7.5 ഉള്ളൂ. റുമ്മി നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. റുമ്മിക്കും 7.5 ഉണ്ട്. റുമ്മിയാണ് മാൻ ഓഫ് ദ മാച്ച്. പുള്ളിക്കാരനൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഡിവിഷൻ 1 ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കിടിലം കളിയായിരുന്നു. അപ്പോൾ എന്തായാലും 14 കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ബൈ.